നമസ്കാരം. ഇന്ന് നമുക്ക് ഒപ്പം ചേരുന്നത് ഇൻവെസ്റ്റ് സൊല്യൂഷൻസ് എന്ന സ്ഥാപനത്തിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള എല്ലാവരും ഒത്തിരി സ്നേഹത്തോടെ KK എന്ന് വിശേഷിപ്പിക്കുന്ന പ്രിയപ്പെട്ട കൃഷ്ണൻകുട്ടി സാറാണ്. സാർ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. അദ്ദേഹത്തിന്റെ വ്യക്തിയും സാമ്പത്തിക സുരക്ഷയും എന്ന വിഷയത്തിനെ കുറിച്ചാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. പ്രിയപ്പെട്ട ഓഡിയൻസിനെയും സ്വാഗതം ചെയ്യുന്നു. സാർ വർഷങ്ങളായിട്ട് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരാള്, എങ്ങനെയാണ് സാർ ഈ ഫീൽഡിലേക്ക് വന്നത്, അല്ലെ ഇപ്പത്തെ സാറിന്റെ അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെ അറിയാൻ ഓഡിയൻസിനെ പോലെ തന്നെ എനിക്കും ഒത്തിരി ആകാംക്ഷയുണ്ട്. സാർ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ സെക്ഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു. ആദ്യമായിട്ട് എന്റെ ഓഡിയൻസിന് എല്ലാവരും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരു നന്ദി അറിയിക്കുകയാണ്. ഇന്ന് ഈ ഒരു വേദിയിൽ എന്റെ ഒരു ഫൈനാൻഷ്യൽ ജേർണിയെ കുറിച്ച് ചെറിയൊരു വിവരണങ്ങൾ തരാൻ എനിക്കും ദൈവത്തിന്റെ ഒരു കടാക്ഷം കൊണ്ട് ഒരു അനുവാദം കിട്ടിയിരിക്കുകയാണ്. ഞാൻ 1992 ഈ ഒരു രംഗത്തേക്ക് കടന്നു വന്നത്. പൊതുവെ ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നൊരു ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ ആളുകളെ കാണുക, അവരെ പരിചയപ്പെടുക, അവരുടെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായത്. അങ്ങനെയാണ് ഞാൻ ഇൻഷുറൻസ് എന്നുള്ള ഒരു സുരക്ഷാ കവചം തീർക്കുന്നതിന് വേണ്ടി ആളുകൾക്ക് മുമ്പിലേക്ക് എത്തുന്നത്. ഇന്ന് ഏകദേശം 33 വർഷം പിന്നിടുമ്പോൾ ഇന്ത്യയിൽ തന്നെ മികച്ച ഒരു പ്രവർത്തനമായി മാറാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അന്തർദേശീയ തലത്തിൽ ഇതുവരെ എനിക്ക് 24 വർഷം നിരന്തരമായ ഒരു അവാർഡ് വിന്നറാണ്. ഞങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ് ആണ്. ആളുകളുടെ ഇടയിൽ എങ്ങനെ ഭാവി സാമ്പത്തികം സുരക്ഷിതമായി കൈകാര്യം ചെയ്യാം, അതിന് എന്തൊക്കെ പ്രധാനമായിട്ട് ചെയ്യണം എന്നുള്ള ഒരു മെസ്സേജ് അവർക്ക് കൊടുക്കുക എന്നുള്ള. പലപ്പോഴും ആളുകളുടെ ആവശ്യങ്ങൾ കൃത്യമായി പരിശോധിച്ച് അവർക്ക് ഏറ്റവും അനുയോജ്യമായ പദ്ധതികളിലൂടെയാണ് നമ്മൾ ആളുകൾക്ക് വേണ്ട സാമ്പത്തിക സുരക്ഷ ഏർപ്പെടുത്തുന്നത്. ഇന്ന് ഈ 33 വർഷം പിന്നിടുമ്പോൾ ഏകദേശം 5000-ഓളം സംതൃപ്തരായിട്ടുള്ള ഉപഭോക്താക്കളാണ് ഞങ്ങളുടെ ഒപ്പം ഉള്ളത്. അവരുടെ ഒരു മാർഗനിർദ്ദേശവും അവരുടെ സഹായവും അവർ തരുന്ന റെഫറൻസുമാണ് ഞങ്ങൾ കൂടുതൽ ബിസിനസ്സുകൾ എല്ലാ വർഷവും ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ ഇവിടെ സാമ്പത്തിക സുരക്ഷകൾ ഒരുക്കാനായിട്ട് നമ്മൾ ലൈഫ് ഇൻഷുറൻസുകൾ, ആരോഗ്യ ഇൻഷുറൻസുകൾ, വെൽത്ത് ക്രിയേഷന് വേണ്ടി മ്യൂച്വൽ ഫണ്ടുകൾ, റിട്ടയർമെന്റ് സമയങ്ങളിൽ പെൻഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഒരേ രീതിയിൽ സുരക്ഷിതമായി നമ്മൾ പറഞ്ഞു കൊടുക്കുകയും ഒപ്പം അത് പൂർത്തീകരിക്കാനും ഒപ്പം നിൽക്കുകയും അതിനുശേഷം ആ ആളുകൾക്ക് എന്തെങ്കിലും റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ ഇടയ്ക്ക് നമ്മൾ റിവ്യൂ ചെയ്ത് വേണ്ട ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഇന്ന് 33 വർഷം പിന്നിടുമ്പോൾ ഇതൊരു വ്യക്തിഗതമായ ഒരു സ്ഥാപനമല്ല, പകരം ഇതൊരു പാർട്ട്ണർഷിപ്പ് പേയമായി ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഇന്ന് ഇൻവെസ്റ്റ് ഫോർ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമില് 3 പേരടങ്ങിയ ഒരു ടീമാണുള്ളത്. അതിൽ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം, ഇനി വരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾക്കൊപ്പം നിൽക്കാൻ എൻ്റെ ഇളയ പുത്രി രംഗത്തേക്ക് വന്നു. അവളുടെ പേര് കൃഷ്ണ എന്നാണ്. അവൾക്ക് ഈ മേഖലയെ കുറിച്ച് നല്ലൊരു അറിവുണ്ട്. കാരണം വർഷങ്ങളായി ഞങ്ങളോടൊപ്പം പല കാര്യങ്ങളും ഇടപെടുന്ന ഒരാളാണ്. ഒപ്പം ജനങ്ങളെ സഹായിക്കണമെന്നൊരു വലിയ തീഷ്ണമായ താല്പര്യമുണ്ട്. മകളെ സംബന്ധിച്ച് പറഞ്ഞാൽ അവള് MSW കഴിഞ്ഞിട്ട്, സോഷ്യൽ സർവീസിന്റെ ഭാഗമായിട്ട് MSW കഴിഞ്ഞിട്ടാണ് ഈ രംഗത്തേക്ക് വന്നത്. ഒരു ഇക്കണോമിസ്റ്റ് ആണ്. അതുപോലെ തന്നെ അവളെ സംബന്ധിച്ച് പറഞ്ഞാല് പല രംഗത്തും കഴിവ് തെളിയിച്ച മികവുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു സന്തോഷം ഭാവിയില് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ അവളുടെയും കൂടെ ഒരു റോൾ ഉള്ളതിലൂടെ എന്റെ പ്രിയപ്പെട്ട ഉപഭോക്താക്കൾക്ക് തുടർച്ചയായ സേവനം നൽകാമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആത്മവിശ്വാസം. തീർച്ചയായിട്ടും അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ജനറേഷൻ ടു ജനറേഷൻ ഈ ഒരു ബിസിനസ് അല്ല, അതൊരു ലൈഫായിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. എനിവേ എല്ലാവരുടെയും പേരിൽ മകൾക്ക് ഏറെ സ്നേഹത്തോടെ എല്ലാ ആശംസകളും നേരുന്നു. സാർ, ഒരു സംശയം ചോദിച്ചോട്ടെ. അതായത് എന്നെ പോലെ ഞാൻ ഉൾപ്പെടുന്ന യങ് ജനറേഷന്റെ ഒക്കെ തന്നെ പ്രശ്നം, നമ്മൾ കാർപ്പിടയമാണ്, നമുക്കിപ്പൊ പൈസ കിട്ടുന്നു, നമ്മളത് സ്പെൻഡ് ചെയ്യുന്നു, അടിച്ചു പൊളിച്ചിട്ട് കിട്ടുന്നു. അപ്പൊ ഇങ്ങനത്തെ ഒരു ജനറേഷനിലുള്ള ആൾക്കാരോട് സാറിന് പറയാനുള്ള ഒരു മെസ്സേജ് ഉണ്ട്. അതായത് ഇൻവെസ്റ്റ്മെന്റിന്റെ അല്ലെങ്കിൽ നമ്മൾ പൈസ സൂക്ഷിക്കേണ്ടതിന്റെ ഒരു ആവശ്യം എന്താണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണ്. ഇവിടെ നമുക്കറിയാൻ പറ്റും, ഒരു വ്യക്തിയുടെ ജീവിതത്തെ നമ്മൾ ഡിവൈഡ് ചെയ്യണമെങ്കിൽ 3 ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് ആശ്രിത ജീവിതം, അതായത് ഒരു 0 ഏജ് തൊട്ട് 25 വയസ്സ് വരെ എന്ന് പറയുന്നത് അവര് അച്ഛനമ്മമാരെ ആശ്രയിച്ചുകൊണ്ട് അവർ വളരുന്ന ആശ്രിത ജീവിതം.
രണ്ടാമത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് ഒരു 25 വയസ്സ് തൊട്ട് ഒരു 55-60 വയസ്സ് വരെ. ഈ സമയത്തിനെ നമ്മൾ വിളിക്കുന്നത് സ്വയാശ്രയ ജീവിതം. നമ്മൾ ജോലി ചെയ്യുന്നു, നമ്മൾ വരുമാനം ഉണ്ടാക്കുന്നു, നമ്മുടെ കാര്യങ്ങൾ ഭംഗിയാക്കുന്നു. മൂന്നാമത്തെ ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാർദ്ധക്യകാലത്തേക്കാകാം. നമുക്കൊരിക്കലും റിട്ടയർമെന്റ് ജീവിതത്തിലില്ല, പക്ഷെ എന്നാൽ പോലും ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് ജോലികളെ, പ്രധാനപ്പെട്ട ജോലികൾ അല്ലെങ്കിൽ നമ്മൾ നിരന്തരം ജോലി ചെയ്യുന്നത് വിട്ടിട്ട് ശാന്തമായ ഒരു ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കും. ഈ സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതലും ഒരു വിഷമത ഘട്ടത്തിലേക്ക് എത്തുന്നത്. ചെലവഴിക്കാൻ മതിയായ പണമില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകും. ഇന്ന് ആളുകളുടെ ആയുർദൈർഘ്യം കൂടുന്നൊരു കാലം കൂടിയാണ്. കാരണം ആളുകൾ ഒരുപക്ഷെ 80-85 വയസ്സ് വരെ ജീവിച്ചിരുന്നേക്കാം. അപ്പൊ ഈ ഘട്ടത്തിലേക്ക് വേണ്ടി കരുതേണ്ട ഒരു സമയം ഈ സ്വയാശ്രയ സമയം, അതായത് 25 വയസ്സ് തൊട്ട് 60 വയസ്സുള്ള സമയത്ത് നമ്മുടെ ഭാവി ആവശ്യത്തിന് വേണ്ടി കരുതേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ചെറുപ്പക്കാരിലേക്ക് അല്ലെങ്കിൽ വരുന്ന ഈ പുതിയ തലമുറയിലേക്ക് കൊടുക്കാനുള്ള ഒരു പ്രധാന മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോലി ചെയ്യാൻ ആരംഭിക്കുമ്പോൾ എത്ര പൈസ കിട്ടിയാലും അതിൽ നിന്ന് ആദ്യം ഒരു പിടി നമുക്ക് വേണ്ടി എടുത്തു വെച്ചിട്ട് മാത്രമേ ബാക്കി എല്ലാം ചെലവഴിക്കാവുള്ളൂ. നമുക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാവിയിൽ ഉണ്ടാകാവുന്ന പല ആവശ്യങ്ങളും നമ്മൾ പലതുള്ളി പെരുവെള്ളം എന്ന് പറയാറുണ്ട്. അതായത് ചെറിയ ചെറിയ സമ്പാദ്യങ്ങൾ, വലിയ നിക്ഷേപങ്ങൾ വേണ്ട, ചെറിയ സമ്പാദ്യങ്ങൾ നമുക്ക് കൂട്ടി ചേർക്കാൻ പറ്റിയാൽ ഒരു സമയം കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ നമ്മൾ വീണ്ടും ആശ്രിതരായി ജീവിക്കേണ്ട ആ ഒരു ഓൾഡ് ഏജ് വരുമ്പോൾ, റിട്ടയർമെന്റ് വരുമ്പോൾ ചിലപ്പോൾ ഒരു വലിയ തുക നമ്മുടെ കയ്യിൽ ഉണ്ടാവുകയും നമുക്ക് മറ്റാരെയും ആശ്രയിക്കാതെ സമാധാനമായി സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയും. അപ്പൊ ഇവിടെ നമ്മളുടെ ഒരു വ്യക്തിയുടെ 25 വയസ്സ് തൊട്ട് അദ്ദേഹം വരുമാനം ഉണ്ടാക്കുമ്പോൾ പലപ്പോഴും ആളുകൾ ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ ചെലവുകൾ ചെയ്യുകയും കൂടിയ വരുമാനം കിട്ടാൻ വേണ്ടി, പെട്ടെന്ന് വർദ്ധിച്ച വരുമാനം കിട്ടാൻ വേണ്ടി നിക്ഷേപങ്ങളും അല്ലെങ്കിൽ നമുക്ക് അറിവില്ലാത്ത മേഖലയിലേക്ക് നിക്ഷേപം നടത്താറുണ്ട്. പക്ഷെ ഇതിനു പകരമായിട്ട് സിസ്റ്റമാറ്റിക്കലായിട്ട്, അതായത് എന്തൊക്കെ ചെയ്യണമെന്ന് ഒരു 25 വയസ്സായി വരുമാനം ആരംഭിച്ച ഒരാള് അയാളുടെ ഭാവിയിലേക്കുള്ള ഗോളുകൾ സെറ്റ് ചെയ്തുകൊണ്ട്, എനിക്ക് നാളെ ഒരു 15 വർഷം കഴിയുമ്പോൾ എനിക്ക് ഒരു വലിയ തുക, ഒരു 10 ലക്ഷം രൂപ വേണം, അല്ലെങ്കിൽ 25 ലക്ഷം രൂപ വേണം, അതുപോലെ തന്നെ എനിക്കൊരു വാഹനം വാങ്ങിക്കണം, എനിക്കൊരു വീട് പണിയണം, എനിക്ക് സമാധാനപരമായിട്ടൊരു 50 വയസ്സാകുമ്പോൾ റിട്ടയർ ആകണം എന്നൊക്കെയുള്ള ഗോള് മുൻകൂട്ടി കണ്ടിട്ട് അതിലേക്ക് വേണ്ടി ചെറിയ ചെറിയ സമ്പാദ്യങ്ങൾ ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധിച്ചാൽ ഭാവിയിലുള്ള പല കാര്യങ്ങൾക്കും നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ കാര്യങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. ഒപ്പം തന്നെ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് കേൾക്കുമ്പോൾ പലരും ആദ്യം വിചാരിക്കുന്നത് നമ്മൾ വെൽത്ത് ക്രിയേഷൻ ആണ് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും അതിന്റെ യാഥാർത്ഥ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു വ്യക്തി പണം ഉണ്ടാക്കുന്നതിൽ നിന്നാണ് അദ്ദേഹം ചെലവഴിക്കുന്നത്. പണം ഉണ്ടാക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു സ്കില്ല് വേണം. ആ സ്കില്ല് അദ്ദേഹത്തിന് ഇന്നത്തെ സ്കില്ലല്ല, ഒരു 25 വയസ്സ് ഒരാളിന് ഒരു 15 വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ സ്കില്ല് കുറെ കൂടെ വർദ്ധിച്ചൊരു സ്കില്ലാകുമ്പോൾ അദ്ദേഹം 25 വയസ്സാകുമ്പോൾ ഭാവിയെ കൂടെ സംരക്ഷിക്കുന്ന തരത്തിൽ അദ്ദേഹം എന്നുള്ള വ്യക്തിയുടെ മൂല്യം, ഫ്യൂച്ചർ വാല്യൂ കണക്കായിക്കൊണ്ട് ഇൻഷുറൻസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ലൈഫ് ഇൻഷുറൻസ്. അത് എന്തുതരം ഇൻഷുറൻസ്? ലൈഫ് ഇൻഷുറൻസിൽ ടേം ആകാം, അല്ലെങ്കിൽ ഹോൾ ലൈഫ് ആകാം, അല്ലെങ്കിൽ റിട്ടേൺ കിട്ടുന്നതാകാം. അങ്ങനെ ഒരു ലൈഫ് ഇൻഷുറൻസിലൂടെ സ്വയമേ ഞാനെന്നുള്ള വ്യക്തിയെ ഇൻഷുർ ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ട ഒരു കർമ്മം. ഫൗണ്ടേഷൻ ഇല്ലാതെ ബിൽഡിംഗ് പണിയാൻ കഴിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. രണ്ടാമത്, നമ്മൾ സമ്പാദ്യം ഉണ്ടാക്കി വെച്ചാൽ തന്നെയും പെട്ടെന്നൊരു ആശുപത്രി ആവശ്യം വന്നാൽ ഒരുപക്ഷെ നമ്മുടെ കയ്യിലുള്ള മുഴുവൻ പണവും നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് നമ്മൾ കൊടുത്തുകൊണ്ട് വീണ്ടും നമ്മൾ ദരിദ്രനായേക്കാം. അല്ലെങ്കിൽ നമ്മുടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വസ്തുക്കൾ നമ്മൾ പണയപ്പെടുത്തി ചികിത്സയ്ക്ക് വേണ്ടി കൊടുക്കേണ്ടി വന്നേക്കാം. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച സ്വർണം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ കടബാധ്യതകൾ തീർക്കാൻ, ആശുപത്രി ചെലവുകൾ തീർക്കാൻ വേണ്ടി കൊടുക്കേണ്ടി വന്നേക്കാം. ഇവിടെ നമ്മൾ രണ്ടാമത് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ വരുമാനവും ആവശ്യവും മനസ്സിലായിക്കൊണ്ട് ശരിയായ ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വയ്ക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം. മൂന്നാമത്തെ ഒരു കാര്യം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഒരു സമയത്ത് നമ്മുടെ ജോലിയിൽ നിന്ന്, അതായത് ആക്റ്റീവ് എംപ്ലോയ്മെന്റിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ തുടർച്ചയായിട്ട് നമ്മൾ ജോലി ചെയ്യുന്നതിൽ നിന്ന് വിട്ടുമാറിക്കൊണ്ട് നമുക്ക് ആരുടെയും ആശ്രയമില്ലാതെ, ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാനുള്ള ഒരു റെഗുലർ വരുമാനം കിട്ടാനുള്ള ഒരു പാറ്റേൺ തുടക്കത്തിൽ ചെയ്തു വെക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. ആദ്യം ആഡിക്വേറ്റ്ലി നമ്മളെ ഇൻഷുർ ചെയ്യുക. 2, ആഡിക്വേറ്റ്ലി മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുക. 3, നമ്മൾ എന്ന് റിട്ടയർ ആകാൻ പോകുന്നു അന്നത്തേക്ക് നമുക്കൊരു പെൻഷന് വേണ്ടി ഫണ്ട് കണ്ടെത്തുക. അതിനുശേഷമായിരിക്കണം
നമ്മുടെ പണത്തിന് കൂടുതൽ വർദ്ധിച്ച മികവ് കിട്ടാനുള്ള നിക്ഷേപങ്ങൾ. ഇന്ന് ഇക്വിറ്റി മാർക്കറ്റിലെ നിക്ഷേപങ്ങൾ പൊതുവെ നമുക്ക് നല്ലതാണ്. കാരണം പല സ്ഥലങ്ങളിലും നമ്മുടെ പലിശ നിരക്കുകൾ നിരന്തരമായിട്ട് കുറയുമ്പോൾ നമ്മുടെ പണത്തിന് മൂല്യം കിട്ടാൻ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ മികച്ച ഒരു നിക്ഷേപ സംവിധാനമാണ് മ്യൂച്വൽ ഫണ്ടുകൾ. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് പാറ്റേൺ ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ അത് വളരെ സേഫ് ആയിട്ട് നമ്മുടെ യാത്ര പരിഹരിക്കും. ഒപ്പം തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ജോലി എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് ഇടയ്ക്ക് നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ നമ്മളെ ഇറങ്ങിപ്പോരാനോ ഒക്കെ സാധ്യതയുണ്ട്. ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം വരെയുള്ള ഒരു കരുതൽ ധനം, ഒരു എമർജൻസി ഫണ്ടും നമ്മൾ ഈ കൂട്ടത്തിൽ കരുതി വെക്കേണ്ടതാണ്. സാർ, അപ്പൊ ആദ്യം നമ്മൾ എടുക്കേണ്ടത് ഹെൽത്ത് ഇൻഷുറൻസ് ആണോ അതോ ലൈഫ് ഇൻഷുറൻസ് ആണോ? അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു തരാമോ? തീർച്ചയായിട്ടും ഈ ചോദ്യം ഇന്ന് പരക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. ഞാൻ ആദ്യം എടുക്കേണ്ടത് ആരോഗ്യ ഇൻഷുറൻസ് ആണോ ലൈഫ് ഇൻഷുറൻസ് ആണോ എന്നുള്ളത്. ഇതില് നമുക്ക് പറയുവാനൊരു കാര്യം ഇത്രയേ ഉള്ളൂ. ചുവരുണ്ടെങ്കിൽ മാത്രമേ ചിത്രം എഴുതാൻ കഴിയൂ, അല്ലെ? നമ്മളെന്നുള്ള വ്യക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഭാവിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാനുള്ള പറ്റുള്ളൂ. ഇപ്പൊ ഒരു ആരോഗ്യ ഇൻഷുറൻസ് ഉറപ്പായിട്ട് നമുക്ക് വേണം. ചില ഘട്ടത്തിൽ ആരോഗ്യ ഇൻഷുറൻസിൽ നിന്ന് നമുക്ക് പണം കിട്ടണമെന്നില്ല. ചിലപ്പോൾ നമ്മളുടെ ക്ലെയിമുകൾ കൊടുക്കുമ്പോൾ നമുക്കത് ആ സമയത്ത് അത് കിട്ടാൻ യോഗ്യമാകണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ആദ്യം എന്നുള്ളത് ആ വ്യക്തിയുടെ ഭാവി മൂല്യം കണക്കായിക്കൊണ്ട് വലിയൊരു തുകയ്ക്ക്, അതായത് ലൈഫ് ഇൻഷുറൻസിന്റെ പർപ്പസ് നമ്മളെ ആശ്രയിക്കുന്നവരുടെ ജീവിതത്തിൽ ഭാവിയിൽ ഒരു തരത്തിലുള്ള സാമ്പത്തിക ക്ലേശവും ഉണ്ടാകാത്ത രീതിയിൽ പരിഹരിക്കുക എന്നുള്ള ലൈഫ് ഇൻഷുറൻസ് ഉദ്ദേശം. 2, ആ ലൈഫ് ഇൻഷുറൻസ് നമുക്കുണ്ടാകുന്ന കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അതിനൊരു പരിഹാരവുമായിട്ടും ഉണ്ടാകാം. 3-മതൊരു കാര്യം, ഒരുപക്ഷെ ലൈഫ് ഇൻഷുറൻസ് ആണ് പലപ്പോഴും നമ്മുടെ റിട്ടയർമെന്റ് ഫണ്ടിനായിരിക്കും ഉപയോഗിക്കാൻ പ്രയോജനപ്പെടുന്നത്. കാരണം ലൈഫ് ഇൻഷുറൻസ് നമ്മുടെ ജേണിയുടെ അവസാന ഘട്ടം വരെ, നമ്മൾ പ്രൊഡക്റ്റീവ് ആവുന്ന പീരീഡ് വരെ ലൈഫ് ഇൻഷുറൻസ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിക്ഷേപിക്കുന്ന പണമായിരിക്കും അവസാന ഘട്ടത്തിൽ നമുക്കൊരു കോർപ്പസ് ആയിട്ട് തിരിച്ചു കിട്ടാൻ സാധ്യത. ആ തുകയെ വേണമെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ ഘട്ടമായ പെൻഷനിലേക്ക് പോകാം. അപ്പൊ ഇവിടെ ഒരു ലൈഫ് ഇൻഷുറൻസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ രണ്ടാമത് മെഡിക്കൽ ഇൻഷുറൻസ് അല്ലെങ്കിൽ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ്. കാരണം രണ്ടും പ്രധാനപ്പെട്ടതാണെങ്കിൽ പോലും വ്യക്തിയുടെ ജീവിതത്തിൽ ആരോഗ്യമുള്ളപ്പോൾ അദ്ദേഹം സന്തോഷിക്കുമ്പോൾ മാത്രം എടുക്കാൻ പറ്റിയ 2 ഉപാധികളാണ്. ഒന്ന് ലൈഫ് ഇൻഷുറൻസും മറ്റൊന്നും ഹെൽത്ത് ഇൻഷുറൻസും. അപ്പൊ തുടക്കത്തിൽ ലൈഫ് ഇൻഷുറൻസ് തന്നെയാണ് എടുക്കേണ്ടതെന്നുള്ളതാണ് എന്റെ ഇത്രയും കാലത്തെ ഒരു അറിവ് വെച്ച് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ വാല്യൂ ഫിക്സ് കൊണ്ട് മെഡിക്കൽ ഇൻഷുറൻസും ഉറപ്പായിട്ടും എടുത്തിരിക്കണം. ഈ ലൈഫ് ഇൻഷുറൻസ് അല്ലെ ഹെൽത്ത് ഇൻഷുറൻസ് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ ഒരു പരിധി വരെ ചിന്തിക്കുന്നത് പൈസ തിരിച്ചു കിട്ടാത്ത എന്തോ ഒരു കാര്യത്തിൽ അവർ പൈസ കൊടുക്കുന്നു, അങ്ങനെയുള്ള കുറച്ച് ചിന്താഗതികളാണ്. സാർ, അതിനെപ്പറ്റി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് പറയാം. തീർച്ചയായിട്ടും ഈ ഒരു ആശങ്ക ഇന്ന് ജനങ്ങളുടെ ഇടയിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഉണ്ട്. ലൈഫ് ഇൻഷുറൻസ് ചേരുന്നത് നമ്മളുടെ പണം നഷ്ടപ്പെടുത്തുന്നതാണെന്ന് പലരും അഭിപ്രായപ്പെടാറുണ്ട്. യഥാർത്ഥത്തിൽ പണം നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ പണം നഷ്ടപ്പെടുന്നത് നിക്ഷേപകന് മാത്രമല്ല, കമ്പനിക്കുമാണ്. കാരണം ഇതിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 100 പേര് ചേരുന്ന ഒരു ഇൻഷുറൻസിലേക്ക് എല്ലാവരും ചെറിയൊരു തുക, ഇൻഷുറൻസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ വലിയൊരു ഇൻഷുർഡ് എമൗണ്ടിന് വേണ്ടി ചെറിയൊരു തുക മാറ്റിവെക്കുന്നതാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ 1 കോടി രൂപയുടെ ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ചിലപ്പോ 10,000 രൂപ അല്ലെങ്കിൽ 25,000 രൂപയായിരിക്കും പേയ്മെന്റ് അടയ്ക്കുന്നത്. പക്ഷെ ആ വ്യക്തി അദ്ദേഹത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാതെ അദ്ദേഹം പ്രതീക്ഷിച്ച കാലഘട്ടം കടന്നുപോയാൽ ഇതൊരു നഷ്ടമായിട്ട് വരും. എന്നാൽ മറ്റു നിക്ഷേപങ്ങൾ പോലെ ഇപ്പൊ 25,000 രൂപ നിക്ഷേപിച്ച ഒരാള് 2 ദിവസം കഴിഞ്ഞിട്ട് കുഴഞ്ഞു വീണ് മരിക്കുകയോ അപകടത്തിൽ മരിക്കുകയോ അല്ലെങ്കിൽ വലിയൊരു ക്രിട്ടിക്കൽ ഇൽനെസ്സിലൂടെ കടന്നു പോവുകയോ ചെയ്താൽ 1 കോടി രൂപ എന്നുള്ള തുകയായിരിക്കും ആ ഇൻഷുർഡ് തുകയാണ് കിട്ടുന്നത്, അല്ലാണ്ട് അടച്ച തുകയല്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ നഷ്ടം കമ്പനിക്കുമുണ്ട്. കാരണം ഇത് പ്രോബബിലിറ്റിയാണ്, സാധിച്ച് വന്നേക്കാം എന്നുള്ളൊരു ചിന്തയിലാണ് നമ്മൾ ഇത് എടുക്കുന്നത്. ഇപ്പൊ ഒരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ പ്രീമിയം അടയ്ക്കുമ്പോൾ പെട്ടെന്ന് ക്ലെയിമുകൾ വന്നാൽ അതിലൂടെ നഷ്ടം കമ്പനിക്കുണ്ട്. എന്നാൽ നേരത്തെ വ്യക്തികൾ പണമടച്ചിട്ടും അവർക്കൊരു ക്ലെയിം ഉണ്ടായില്ലെങ്കിൽ ആ പണം ചിലപ്പോൾ നമുക്ക് തിരിച്ചു കിട്ടണമെന്നില്ല. ഇതിന്റെ അർത്ഥം നമ്മളെ നിക്ഷേപങ്ങൾ എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ കൂട്ടിച്ചേർക്കണം. ഇപ്പൊ നമ്മുടെ വീട്ടില് ഡൈനിങ് ടേബിളിൽ നമ്മളെ കുറെ നമ്മുടെ ആപ്പിള് അല്ലെങ്കിൽ ഓറഞ്ച്, പേരയ്ക്ക, ഇങ്ങനെ പലതരത്തിലുള്ള ഫ്രൂട്ട്സും ഇരിപ്പുണ്ടാവും.
ഇത് ഓരോന്നിന്റെയും ടേസ്റ്റ് ഡിഫറെന്റ് ആണ്. പക്ഷെ അതെല്ലാം ഫ്രൂട്ട്സ് ആണ്. നമുക്ക് ഒരേ ഫ്രൂട്ട്സ് തന്നെ കഴിച്ചാൽ മടുത്തു പോകും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ഇൻഷുറൻസും നമുക്ക് വേണം, ഇൻവെസ്റ്റ്മെന്റുകളും വേണം, അതുപോലെ തന്നെ നമുക്ക് കരുതൽ ധനവും വേണം. അപ്പൊ ഇൻഷുറൻസിൽ പൊതുവെ നമ്മൾ പണമടയ്ക്കുമ്പോൾ ആ ആളിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹം കൊടുക്കുന്ന ഓരോ രൂപയും വലിയൊരു കരുതലായിട്ട് മാറുന്ന ഒരവസ്ഥയുണ്ട്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നഷ്ടം എന്ന് പലരും പറയാറുണ്ട്. ഞാൻ ഇൻഷുറൻസിൽ അടച്ചാൽ എനിക്ക് അതിനകത്തൊരു 6% ഒക്കെ കിട്ടുന്നുള്ളൂ, അതിന് വലിയ റിട്ടേൺ ഇല്ലെന്ന് പറയും. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ വേണ്ടപ്പെട്ട നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യത്തിൽ നമ്മൾ പണം സ്പെൻഡ് ചെയ്യുന്നത് അതിന്റെ ലാഭനഷ്ടം മാത്രം നോക്കിയിട്ടല്ല. അതിന് ഉദാഹരണമാണ് നമ്മുടെ ഒരു വീടുണ്ട്. ഈ വീട് നമ്മൾ പണിത് 1 കോടി രൂപയ്ക്കാണ്. 1 കോടി രൂപ ബാങ്കിൽ ഇട്ടാൽ നമുക്ക് വേണമെങ്കിൽ ഒരു വർഷത്തിൽ 6 ലക്ഷം രൂപ വരുമാനം കിട്ടും. എന്ന് വെച്ചാൽ മാസം 50,000 രൂപ കിട്ടും. അപ്പൊ ആ വീട് വിറ്റിട്ട് ആ പണം എടുത്തെന്നാൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ നമ്മൾ വിചാരിക്കില്ല. കാരണം വൈകിട്ട് നമ്മൾ എല്ലാ വിഷമവും കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് സമാധാനമായിട്ട് കിടക്കാൻ എനിക്കൊരു വീട് വേണം, എന്റെ ഫാമിലിക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ സമാധാനമായിട്ട് കംഫർട്ടായിട്ട് ഉറങ്ങാൻ ഒരു സ്ഥലം വേണം. അത് വിറ്റ് ആ വീട് വിറ്റ പൈസ എടുത്ത് ഞാൻ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ട്രേഡ് നടത്താമെന്ന് ഒരാളും വിചാരിക്കാറില്ല. 2, നമ്മള് നമ്മുടെ കുടുംബാംഗങ്ങളെ കൊണ്ടു നടക്കാൻ വേണ്ടി വളരെ വിലപിടിപ്പുള്ള വാഹനങ്ങൾ മേടിക്കാറുണ്ട്. ഉദാഹരണം ബെൻസ് അല്ലെങ്കിൽ ടെസ്ല. ഇതൊക്കെ ചിലപ്പോൾ 1 കോടി രൂപ അല്ലെങ്കിൽ 2 കോടി രൂപയൊക്കെയാണ് വാഹനത്തിന്റെ വില. പക്ഷെ ഇതിന് കിട്ടുന്ന മൈലേജ് എന്ന് പറഞ്ഞാൽ 4-5. പക്ഷെ എന്നാലും നമ്മൾ ആ മൈലേജ് കുറവാണെന്നുള്ള നഷ്ടം നമ്മൾ ചിന്തിക്കാറില്ല. എന്തുകൊണ്ടെന്നാൽ എന്റെ കുടുംബം യാത്ര ചെയ്യുന്നത് വളരെ കംഫർട്ടബിൾ ആയ, മറ്റുള്ളവരുടെ മുമ്പിൽ വലിയൊരു പ്രസ്റ്റീജായി പ്രകടിപ്പിക്കാനും അല്ലെങ്കിൽ അവരെ കംഫർട്ടായി കൊണ്ടുനടക്കാനും. ഒപ്പം തന്നെ ഇന്ന് നമ്മുടെ ഇന്ത്യ പോലെ രാജ്യത്ത് പോലും, പ്രത്യേകിച്ചും കേരളം പോലെ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ പോലും നമുക്കൊരു 40-50 കിലോമീറ്റർ സ്പീഡ് ഓടിക്കാൻ പറ്റുന്ന സ്ഥലത്ത് നമ്മുടെ വാഹനത്തിന് 8-10 എയർ ബാഗുകളുള്ളത്. ഈ ഓരോന്നിനും വലിയ തുക നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ഒരിക്കലും അതിന് കോംപ്രമൈസ് ചെയ്യുന്നില്ല. നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ പറയും അത് നഷ്ടമാണ്, അത് ഇത്രയും പൈസ അടയ്ക്കേണ്ടതെന്ന് ചോദിക്കും. പിന്നെ പലപ്പോഴും ഉണ്ടാകുന്ന മറ്റൊരു ചിന്തയാണ്, എനിക്ക് ഇൻഷുറൻസിന്റെ ആവശ്യമുണ്ടോ, ഞാൻ എന്തിനാണ് ഈ പണം കളയുന്നത്, ഇതൊക്കെ നഷ്ടത്തിലല്ലേ എന്ന് ചോദിക്കാം. പക്ഷെ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളുടെ ഈ അവസരത്തിൽ ഒരു ചെറിയ സ്റ്റോറിയും കൂടെ ഞാൻ പറയുകയാണ്. പണ്ടൊരിക്കല് ഒരു വാഹനം ഒരു കോഴിയുടെ മേത്ത് കയറുകയുണ്ടായി. കോഴി ചത്തുപോയി. അപ്പൊ തന്നെ കോഴിയുടെ ഉടമസ്ഥയായ ലേഡി ഓടി വന്നിട്ട് പറഞ്ഞു, എനിക്ക് നഷ്ടപരിഹാരം തന്നെ എന്ന് പറഞ്ഞു. വാഹനം ഉടനെ തന്നെ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 100 രൂപ എടുത്ത് അവർക്ക് കൊടുത്തു. അപ്പൊ അവര് പറഞ്ഞു, സാറേ ഈ 100 രൂപ എന്റെ കോഴിയുടെ നഷ്ടപരിഹാരമല്ല, എനിക്കിതിന് 5000 രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, എന്താ ഞാൻ ഇത്രയും പൈസ വരുമെന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, സാറേ എന്റെ കോഴി എല്ലാ ദിവസവും ഒരു മുട്ടയിടുന്നുണ്ട്. അപ്പൊ ഇത് വരുന്ന ഒരു 10-20 വർഷത്തേക്ക് മുട്ടയിട്ടുകൊണ്ടിരിക്കും. ഇതെല്ലാം എനിക്ക് കിട്ടുന്ന വരുമാനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ കോഴിക്ക് ഭാവിയില് അത് തരുന്ന വരുമാനം കൂടെ കണക്കാക്കി വേണം എനിക്ക് നഷ്ടപരിഹാരം തരാൻ. പക്ഷെ പലപ്പോഴും വ്യക്തികള് നമ്മുടെ ഭാവി വാല്യൂ ഫിക്സ് ചെയ്തുകൊണ്ട് ഒരു ഇൻഷുറൻസ് എടുക്കുന്നില്ല. നമ്മൾ എടുക്കുന്നത് പലപ്പോഴും ഇൻഷുറൻസ് എന്ന് പറഞ്ഞ് എടുക്കുന്നത് പലരെയും നമ്മൾ സഹായിക്കാൻ വേണ്ടി ഒരുപക്ഷെ 1 എടുത്തു, 2 എടുത്തു, 4 എടുത്തു. അല്ലാണ്ട് നമ്മുടെ മൂല്യം എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് എന്ത് മൂല്യം ഉണ്ടെന്നുള്ളതല്ല. ഇന്ന് നമ്മുടെ പ്രായം, നമ്മുടെ മൂല്യം അത് നോക്കിയിട്ട് നമ്മൾ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ മൂല്യം എത്രയാണോ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇൻഷുർ ചെയ്യുമ്പോഴാണ് യഥാർത്ഥ ഇൻഷുറൻസ് ഉള്ളത്. ഇതിന് ലാഭനഷ്ടത്തെക്കാളും എടുക്കേണ്ടത് നമ്മൾക്ക് ആരോഗ്യമുള്ളപ്പോൾ, നമുക്ക് പണമുള്ളപ്പോൾ, നമ്മൾ സന്തോഷമായിട്ടിരിക്കുമ്പോൾ മാത്രമേ എടുക്കാൻ കഴിയൂ. പലപ്പോഴും ഇൻഷുറൻസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ആരോഗ്യ പ്രശ്നം വന്നാൽ പിന്നെ ഒരിക്കലും ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കില്ല എന്നൊരു സത്യം. അതായത് പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ആരോഗ്യ ഇൻഷുറൻസ് നമ്മൾ എടുക്കുന്നു, പക്ഷെ നമുക്കൊരു പ്രശ്നം വന്നില്ല, നമ്മുടെ പൈസ വേസ്റ്റ് അല്ലേ? അതാണ് ഒന്നാമത്തെ ഒരു കൺസേൺ വരുന്നത്. ഞാനും അങ്ങനെ തന്നെ ചിന്തിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ സാറിനോട് ഓപ്പൺ ആയിട്ട് ചോദിച്ചത് അതിനെപ്പറ്റി. അതെ, ഈ ചോദ്യത്തിനാണ് ഞാൻ ഒരു മറുപടി പറയുന്നത്. അതായത് ഇതൊരു പ്രോബബിലിറ്റിയാണ്. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതൊരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അതായത് എത്രത്തോളം കൂടുതൽ ആൾക്കാർ ചേർന്നോ, ഇത് ആക്ച്വലി വർക്ക് ചെയ്യുന്ന ഒരു പൂളാണ്. അതായത് ഇൻഷുറൻസ് എടുക്കുന്ന എല്ലാവരും അവരുദ്ദേശിച്ച ഒരു ഇൻഷുറൻസിന് വേണ്ടിയുള്ള പണം നിക്ഷേപിക്കുമ്പോൾ ഇതൊരു പൂളിലേക്ക് വന്നു ചേരുകയും, ഒരു പൂൾ എന്ന് പറഞ്ഞാൽ ഒരു ഫണ്ടിലേക്ക് വന്നു. ഇതിൽ നിന്ന് എത്ര പേർക്കാണ് ഇൻഷുറൻസ് ക്ലെയിം ഉണ്ടാകുന്നത് അത്രയും പേർക്ക് കോമ്പൻസേഷൻ കൊടുക്കുമ്പോൾ ഇതിനകത്ത് വരുന്ന സർപ്ലസ് എമൗണ്ട് ആണ് നമ്മുടെ കമ്പനികളുടെ അസറ്റായിട്ട് മാറുന്നത്. അത് അവരെവിടെയെങ്കിലും നിക്ഷേപിക്കുമ്പോൾ കിട്ടുന്ന റിട്ടേൺ ആണ് ഒരു പ്രശ്നങ്ങളില്ലാത്ത, ക്ലെയിം ഇല്ലാത്ത ആളിന് പിന്നീട് കൊടുക്കുന്നത്. അപ്പോ
ക്ലെയിം വരാതിരിക്കുമ്പോൾ എനിക്ക് നഷ്ടം ഉണ്ടായി എന്ന് വിചാരിക്കേണ്ട. കാരണം നമുക്ക് കിട്ടിയില്ലെങ്കിൽ പോലും ഈ പൂളിൽ പണമിട്ട ഒരാൾക്കെങ്കിലും ഇത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോ നമ്മുടെ സാമ്പത്തിക സഹായം വേറൊരാൾക്ക് നമ്മൾ അറിഞ്ഞോ അറിയാതെ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല, നമുക്കൊരു ആപത്ത് വരുമ്പോൾ ഈ പൂളിൽ നിന്ന് വലിയൊരു തുകയായിട്ട് നമുക്ക് തരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻഷുറൻസിന്റെ നഷ്ടലാഭത്തെക്കാൾ ഉപരി നമ്മളുടെ ഡിപ്പെൻഡൻസിന് നാളെ അവര് വഴിയാധാരമാകാതിരിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് നാളെ മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പണം തന്നെമെന്ന് ചോദിക്കാൻ അവസരം ഉണ്ടാക്കാതിരിക്കാൻ കുടുംബനാഥൻ അല്ലെങ്കിൽ പ്രധാന വരുമാനദാതാവ് ചെയ്തിരിക്കേണ്ട ഒരു നിർബന്ധമായ കാര്യമാണ് ഇൻഷുറൻസ്. ഒപ്പം തന്നെയാണ് ചോദിച്ച അടുത്തൊരു ചോദ്യമാണ് ആരോഗ്യ ഇൻഷുറൻസ്. ഇന്നത്തെ കാലത്ത് നമ്മുടെ ആരോഗ്യ മേഖലയിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏതൊരാളും ഒരു ആരോഗ്യ പ്രശ്നം എപ്പോഴും ഉണ്ടാവുമെന്ന് അദ്ദേഹത്തിന് ഒരിക്കലും മുൻകൂട്ടി പറയാൻ പറ്റില്ല. ഇന്ന് പ്രത്യേകിച്ചും കോവിഡിന്റെ കാലശേഷം ആളുകൾക്ക് വലിയ തരത്തിലുള്ള അസുഖങ്ങൾ, സ്ട്രോക്ക് ഉണ്ടാവുന്നു, പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നു, അതുപോലെ ക്യാൻസർ വളരെ വ്യാപകമായിട്ട് വരുന്നു. ഇവിടെയൊക്കെ ട്രീറ്റ്മെന്റ് കിട്ടണമെങ്കിൽ നല്ലൊരു ഇൻഷുറൻസ് ഒപ്പം വേണം. നമുക്ക് വ്യക്തിപരമായിട്ട് ഒരു ട്രീറ്റ്മെന്റിന് പണം കൊടുക്കാൻ നമുക്ക് കഴിയാത്തൊരു കാലമാണ്. അതായത് 1,50,000 എന്നുള്ള നിലയ്ക്ക് അല്ല ഇന്നത്തെ ട്രീറ്റ്മെന്റ്. ഒരുപക്ഷെ അറിയാമായിരിക്കും, പണ്ട് നമ്മളൊരു സുഖമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ നമ്മളെ നാടി പിടിച്ചു നോക്കിയിട്ട് അസുഖങ്ങൾ പറയുന്ന കാലമായി. ഇന്ന് ഒരു ഡോക്ടറും നാടി പിടിക്കുന്നില്ല. പകരം ചെല്ലുമ്പോൾ തന്നെ നമ്മൾക്ക് വേണ്ട ചെക്കപ്പുകളാണ് എഴുതരുന്നത്. ആ ചെക്കപ്പുകൾ ചിലപ്പോൾ ബ്ലഡ് ആകാം, യൂറിനാകാം, ECG ആകാം, എക്കോ ആകാം, സ്കാനിങ് ആകാം. ഇതെല്ലാം നടത്തിയതിനു ശേഷം മാത്രമാണ് ഡയഗ്നോസ് ചെയ്തിട്ട് ഡോക്ടർ പറയുന്നത് നിങ്ങൾക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്. ഒരുപക്ഷെ ചിലപ്പോൾ നമുക്ക് അസുഖങ്ങൾ ഇല്ലായിരിക്കാം. അങ്ങനെയാണെങ്കിൽ പൊയ്ക്കോളൂ എന്ന് പറയും. അസുഖം ഉണ്ടെങ്കിൽ ഫർദർ ട്രീറ്റ്മെന്റ് പോകും. ഈ ഒരു ചെക്കപ്പ് നടത്തുമ്പോൾ തന്നെ ഒരുപക്ഷെ 25,000 രൂപ ചെലവാണ്. അങ്ങനെ വരുമ്പോൾ ഒരു ഇൻഷുറൻസിന് 5,000 10,000 രൂപ അടച്ചാൽ പോലും അത് നമുക്ക് തന്നെ നാളെ ഒരു ആവശ്യം വരുമ്പോൾ ഉപയോഗപ്പെടും. മാത്രമല്ല, ഇന്ന് നല്ല ഒരു മികച്ച, നമ്മൾ പണ്ടത്തെ പോലെ നമ്മുടെ അടുത്തുള്ള ഒരു ക്ലിനിക്കിൽ പോയിട്ട് മരുന്ന് മേടിക്കുന്ന രീതിയല്ല. ചെറിയൊരു അസുഖം വന്നാൽ തന്നെ എന്താണ് നമ്മുടെ അസുഖം നമുക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ മികച്ച ആശുപത്രികളിൽ എത്താനാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ ടെസ്റ്റിനോടൊപ്പം തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ അഡ്മിഷൻ വേണ്ടി വരാം. ഒരു വെൽനസ് സെന്റർ ആയിട്ടാണ് ഇന്ന് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത്. അവിടെ ഹ്യൂജ് എമൗണ്ട്, ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ഒരു ക്യാൻസർ വന്നാൽ 50 ലക്ഷം 1 കോടി ചെലവാൻ നിഷ്പ്രയാസം നടക്കും. അതുകൊണ്ട് തന്നെ ഒരു നല്ല ഇൻഷുറൻസ് എടുത്തു വെക്കുക എന്നുള്ളത് നമ്മുടെ ആരോഗ്യമുള്ളപ്പോൾ ചെയ്തിരിക്കുന്നതാണ്. ഒപ്പം ഒരു മെസ്സേജും കൂടെ പറയുന്നത്, ഒരു കുടുംബത്തിൽ 4 അംഗങ്ങൾ ഉണ്ടെങ്കിൽ കുടുംബനാഥൻ ഇത് ചെയ്തിട്ടുണ്ടെന്നുള്ള ധാരണയിലാണ് പലപ്പോഴും മറ്റംഗങ്ങൾ മുന്നോട്ട് പോകുന്നത്. പെട്ടെന്നൊരു ദിവസം കുടുംബനാഥൻ തന്നെ ആശുപത്രിയിലായാൽ കുടുംബാംഗങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആകെ ആശങ്കപ്പെടുന്ന സന്ദർഭത്തിൽ ഒരുപക്ഷെ ഈ ആരോഗ്യ ഇൻഷുറൻസ് പ്രയോജനപ്പെടും. ഒരിക്കലും ആരോഗ്യ ഇൻഷുറൻസ് എടുത്തിട്ട് എനിക്ക് ലാഭം കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കണ്ട. ഒരിക്കലും എനിക്കൊരു അസുഖം ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കുക. പക്ഷെ നമ്മളൊരു പള്ളിയിൽ നേർച്ചയിട്ട പോലെ, അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കാണിക്കിട്ട പോലെ ഇത് നഷ്ടപ്പെട്ടോട്ടെ, എന്റെ ആരോഗ്യവും എന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കിയാൽ മതിയെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്. പക്ഷെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അങ്ങനെ ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടായാൽ മറ്റാളുകൾക്ക് മുമ്പിൽ കൈനീട്ടാതെ, കടം മേടിക്കാതെ, സ്വന്തം വീട് പണയപ്പെടുത്താതെ, സ്വന്തം ഭാര്യയുടെ സ്വർണ്ണാഭരണങ്ങൾ പണയപ്പെടുത്താതെ വിൽക്കാതെ, അല്ലെങ്കിൽ മറ്റുള്ള ആളുടെ കടബാധകൾ കൊണ്ട് നമുക്ക് പറ്റാതെ വരികയും, അല്ലെങ്കിൽ പണമില്ലാത്തതുകൊണ്ട് ചികിത്സ ചെയ്യേണ്ടി വരാത്ത, പണമില്ലാത്തതുകൊണ്ട് ചികിത്സിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം എത്താതിരിക്കാൻ മികച്ച ഒരു ആരോഗ്യ ഇൻഷുറൻസ് നമ്മൾ എടുത്തു വയ്ക്കണം. സാർ, അതുപോലെ എന്തൊക്കെ ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ളവർക്കാണ് ഇൻഷുറൻസ് കിട്ടാത്തത്? നമ്മളിപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻഷുറൻസ് കിട്ടാൻ ഒരാളിനെ പ്രിവെന്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്ന് പറയാം. ഓക്കെ, ആദ്യമേ ഒരു കാര്യം നമ്മൾ ആരോഗ്യ ഇൻഷുറൻസ് ആയിക്കോട്ടെ ലൈഫ് ഇൻഷുറൻസ് ആയിട്ട് ചിന്തിക്കേണ്ടത്, പലരും ധരിക്കണം എനിക്ക് പ്രായം എത്തുമ്പോൾ അസുഖം തുടങ്ങുമ്പോൾ എടുത്താൽ മതി എന്നാണ് പലരും ധരിക്കുന്നത്. ചെറുപ്പക്കാരൻ പോലും വിചാരിക്കുന്നത് വെച്ചാൽ എനിക്കിപ്പോ പ്രശ്നങ്ങളില്ലല്ലോ, അപ്പൊ ഞാൻ എന്തിനാണ് ഒരു ഇൻഷുറൻസ് എടുത്ത് പണം കളയുന്നതെന്നുള്ള. നമ്മളൊരു കാര്യം മനസ്സിലാക്കാം, ഇന്നത്തെ ചെറുപ്പക്കാർ തന്നെ നമുക്ക് എടുക്കാം. ചെറുപ്പക്കാര് നമ്മൾ റോട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ എതിരെ ഇന്ന് പാഞ്ഞു വരുന്ന വാഹനത്തിൽ 16 വയസ്സുള്ള ഒരാളായിരിക്കും ഡ്രൈവ് ചെയ്യുന്നത്. ആ ആളിന് ലൈസൻസ് ഉണ്ടാവുന്നില്ല. അവന്റെ വണ്ടി ഏറ്റവും വില കൂടിയ നല്ല ഹൈസ്പീഡ് ഉള്ള ഒരു വണ്ടിയായിരിക്കും. ഒന്നും ശ്രദ്ധിക്കാതെ 200-300 കിലോമീറ്റർ സ്പീഡിലാണ് അദ്ദേഹം പാഞ്ഞു വരുന്നത്. നമ്മൾ ശ്രദ്ധിച്ച് ഓടിച്ചാൽ പോലും എതിരെ വരുന്ന വാഹനം നമ്മുടെ ശരീരത്തിൽ തട്ടിമറിഞ്ഞു വീണാൽ ഒരുപക്ഷെ നമ്മൾക്കുണ്ടാവുന്ന ഒരു ഇഞ്ചുറി എന്ന് പറയുന്നത് ചിലപ്പോ ബ്രെയിൻ ഇഞ്ചുറിയാണ്.
ഒരു ബ്രെയിൻ ഇഞ്ചുറി ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ ട്രീറ്റ്മെന്റിന് പലപ്പോഴും ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ ചെലവാക്കണം എന്നുള്ളതാണ്. രണ്ട്, ഇതിനുശേഷം ഇങ്ങനൊരു ഇഞ്ചുറിയോ അല്ലെങ്കിൽ അസുഖങ്ങളോ ഉണ്ടായതിനു ശേഷം ഇവർക്കൊരു ഇൻഷുറൻസ് കിട്ടില്ല എന്നുള്ളതാണ്. ആ സത്യം മനസ്സിലാക്കുന്ന പിന്നീടാണ്. മറ്റൊന്ന്, ഇന്നിപ്പോ നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഒരാരോഗ്യവാനായ വ്യക്തി, അപകടങ്ങൾ മാത്രമല്ല ആരോഗ്യവാനായ ഒരാളിന് മാത്രമേ ഇൻഷുറൻസ് എടുക്കാൻ പറ്റുള്ളൂ. അവിടെ വരുമ്പോൾ ഒരാളിനിപ്പോ ക്യാൻസർ ഉണ്ട് എന്നിരിക്കട്ടെ, പോളിസി എടുക്കുന്നതിന് മുമ്പ്, ഇന്നിപ്പോ ഇൻഷുറൻസ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഡിക്ലറേഷൻ കമ്പനികൾ ചോദിക്കുന്നുണ്ട്. ഈ ഡിക്ലറേഷനിൽ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ, മരുന്ന് കഴിക്കുന്നുണ്ടോ, സർജറി ഉണ്ടായിട്ടുണ്ടോ, ഈ ചോദ്യങ്ങൾ അവർ ചോദിക്കാറുണ്ട്. ആ ഡിക്ലറേഷൻ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. പലപ്പോഴും ഉണ്ടാകുന്ന ഒരു വലിയൊരു ചലഞ്ച് എന്ന് വെച്ചാൽ, നമ്മുടെ ഡിക്ലറേഷൻ അല്ലെങ്കിൽ പോളിസിയിൽ എനിക്ക് പ്രശ്നങ്ങളില്ല എന്ന് നമ്മൾ സൂചിപ്പിക്കുമ്പോൾ പോലും ആശുപത്രി ചെന്ന് ചികിത്സ തുടങ്ങുമ്പോൾ ഡോക്ടറും ഇതേ ചോദ്യം ചോദിക്കും, നിങ്ങൾ വല്ല മരുന്ന് കഴിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സർജറി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ പേഷ്യന്റ് പറയും, ഞാൻ 10 വർഷമായിട്ട് മരുന്ന് കഴിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഒരു സർജറി ഉണ്ടായിട്ടുണ്ട്, 15 വർഷത്തിന് ക്യാൻസർ ഉണ്ടായി, ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് എല്ലാം ഭേദമായി എന്ന് പറയും. ഇത് ഡോക്ടർ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ഫയലിൽ കുറിച്ച് വയ്ക്കും. അദ്ദേഹത്തിന് എന്തെങ്കിലും കൈപ്പഴ കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരു ഇത് കൊണ്ടിട്ട് ആ രോഗിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് ഒരു മുൻകരുതൽ എന്നാണ് ഡോക്ടർ അവിടെ കുറിച്ച് വയ്ക്കുന്നത്. പക്ഷെ ഈ കുറിച്ച് വയ്ക്കുന്നത് അവിടെ റെക്കോർഡാവുകയും ഇന്നത്തെ കാലത്ത് ഏത് ഹോസ്പിറ്റലിലെ റെക്കോർഡുകളും ഇൻഷുറൻസ് കമ്പനികൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതിലൂടെ ക്ലെയിമുകൾ നിഷേധിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആരോഗ്യമുള്ളപ്പോ ശരിയായ തരത്തിലുള്ള ഇൻഷുറൻസ് എടുത്തു വയ്ക്കുക. ഇതെടുക്കുമ്പോൾ ക്യാൻസറിന്റെ സിംറ്റം ഉണ്ടെങ്കിൽ കിട്ടണമെന്നില്ല. അതുപോലെ ബൈ ബർത്തില് പിന്നെ നമുക്ക് എന്തെങ്കിലും ഇതുണ്ടല്ല, അൽഷിമേഴ്സ് പോലെ ഉള്ള അസുഖങ്ങള് അല്ലെങ്കിൽ ബൈ ബർത്തിൽ ഉണ്ടാവുന്ന ചില അസുഖങ്ങളൊക്കെ ഉണ്ട്. ഇതേപോലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കൊരു ഇൻഷുറൻസ് എടുക്കാൻ പറ്റില്ല. അപ്പൊ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളും ഇതിൽ പെടുന്നതല്ലേ? തീർച്ചയായിട്ടും ലൈഫ് സ്റ്റൈലിലേക്ക് വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ കമ്പനികളും അവരുടെ സേഫ്റ്റി സൈഡിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. അതിനൊന്ന്, ഒരു പുതിയ പോളിസി എടുത്താൽ ആ പോളിസി എടുക്കുമ്പോൾ കമ്പനി പറയും, ചേർന്ന് നിങ്ങളുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഉടനടി അപകടങ്ങൾ കവർ ചെയ്ത് തരും. അതിനുള്ള പൈസയൊക്കെ കമ്പനി തരും. പൊതുവെ 24 മണിക്കൂറെങ്കിലും ഹോസ്പിറ്റൽ അഡ്മിഷൻ ഉള്ളതിനാണ് ഈ ആനുകൂല്യങ്ങൾ കിട്ടുന്നത്. പക്ഷേ അപകടങ്ങൾക്ക് ഉടനടി അഡ്മിഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഉടനടി കിട്ടുന്നു. അസുഖങ്ങൾ പുതിയ പോളിസിയിൽ 1 മാസമെങ്കിലും കഴിഞ്ഞ് മാത്രമേ നമുക്ക് ആനുകൂല്യങ്ങൾ കിട്ടുള്ളൂ. ഉദാഹരണം, പോളിസി എടുത്ത് 2 മാസം കഴിയുമ്പോൾ പനി വന്നാൽ, 5 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നാൽ, ഡെങ്കു വന്നാൽ, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. മൈനർ സർജറി, തൈറോയിഡ്, ഹെർണിയ, അപ്പൻഡിസൈറ്റിസ്, കാറ്ററാക്ട്, ഇതൊക്കെ ഒരു വെയിറ്റിംഗ് പീരീഡ് 1 വർഷം അല്ലെങ്കിൽ 2 വർഷത്തേക്ക് വെയിറ്റിംഗ് പീരീഡ് കൊടുക്കും. അതെന്ന് വെച്ചാൽ കമ്പനിക്ക് ആള് അറിഞ്ഞുകൊണ്ട് ഇൻഷുറൻസ് എടുത്ത് ബാധ്യത വരാതിരിക്കാൻ അവരെടുക്കുന്ന ഒരു പ്രിക്കോഷനാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോ ഒരു പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടൊരു അസുഖമുണ്ട്, നമുക്കിപ്പോ ഓൾറെഡി ഒരു അസുഖമുണ്ട്, നമ്മൾ ഡയബറ്റിക്കാണ്. ഈ ഡയബറ്റിക് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് റിപ്പോർട്ടിൽ പറയാം, നമ്മൾ എടുക്കുമ്പോൾ പറയാം ഞാൻ ഡയബറ്റിക് ആണ്. കമ്പനി അറിയിച്ച് നമ്മൾ ഡിക്ലെയർ ചെയ്താൽ കമ്പനി അതിനകത്ത് എൻഡോസ് ചെയ്ത് വെക്കും, ഇങ്ങനെ ഒരു ഡയബറ്റിക് ആണെന്ന് പറയും. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ 4 വർഷം 3 വർഷം അല്ലെങ്കിൽ 4 വർഷം കഴിഞ്ഞാൽ ഇത് വീണ്ടും കവർ ചെയ്തു പോകും. അതുവരെ ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ കവർ ചെയ്തു പോകും. ഇത് കാണിച്ചിട്ടില്ലെങ്കിൽ പലപ്പോഴും നമുക്കൊരു ക്ലെയിം വരുമ്പോൾ കിട്ടാത്തൊരവസ്ഥ ഉണ്ടായേക്കാം. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ആരോഗ്യമുള്ളപ്പോൾ ചെറുപ്രായത്തിൽ തന്നെ ഇൻഷുറൻസ് ഇടുക. ചെറുപ്രായമാകുമ്പോൾ നമുക്ക് പണം കുറച്ച് മതി. നമ്മൾ കാലം കഴിയുന്തോറും നമ്മുടെ പ്രായം വർദ്ധിക്കുമ്പോൾ മാത്രമേ കുറേശ്ശെ പ്രീമിയം കൂടി വരുള്ളൂ. മാത്രമല്ല, നമുക്ക് നിലവിലുള്ള അസുഖങ്ങൾ 3-4 വർഷം കഴിഞ്ഞാൽ നമ്മളുടെ മുൻകാല പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട് ബാലാരിഷ്ട തുടക്കത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് സുഖമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് നമുക്ക് സൂചിപ്പിക്കാം. താങ്ക് യു സർ. സോ ഏറ്റവും വലിയൊരു കോൺട്രവേഴ്സി ഇതാണ്, അതായത് ഇത്രയേറെ നമ്മുടെ ആ ഒരു ഡെയിലി ലൈഫിന് വേണ്ടി ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യുന്ന നമ്മളെ പോലുള്ള ആൾക്കാർ എന്തുകൊണ്ട് നമ്മുടെ ലൈഫിനെ സേവ് ചെയ്യാൻ വേണ്ടി ഒരു ഇൻഷുറൻസ് പ്രോപ്പർ ആയിട്ട് എടുക്കുന്നില്ല എന്നുള്ളത് വലിയൊരു കോൺട്രവേഴ്സി ആയിട്ട് തോന്നുന്നു. സോ സാറിന്റെ ഈ ഒരു സെഷനിലൂടെ നമുക്ക് ഒരുപാട് അങ്ങനത്തെ നോളജുകൾ കിട്ടിയിട്ടുണ്ട്. ഒത്തിരി താങ്ക്സ് സാർ. പുതിയൊരു ജനറേഷൻ അല്ലെ, ഇപ്പൊ ഉള്ള തലമുറയ്ക്ക് ഭയങ്കര ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ കിട്ടി. താങ്ക് യു സോ മച്ച്.